ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ട റോസ്റ്റ് കറി ഏതുതരം പലഹാരത്തിൻ്റെയും ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വളരെ ടേസ്റ്റിയിലും വളരെ വ്യത്യസ്ത രീതിയിലും ചെയ്യുന്ന ഈ മുട്ട റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 5-6 സവാള ഒന്ന് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞതൊന്നുമല്ല കേട്ടോ, ഇച്ചിരി കട്ടിയായിട്ട് അരിഞ്ഞതാണ്. ഇത്തിരി കട്ടി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ സവാള നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടി ഞാൻ ഇതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വഴണ്ട് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. കൂടുതൽ അങ്ങ് വഴണ്ടങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉള്ളിയും സവാളയും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി സോഫ്റ്റ് ആവാനുണ്ട്. 1 മിനിറ്റ് നേരവും കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ അതാ വീണ്ടും 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മുടെ വഴറ്റി മാറ്റി വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഉള്ളിയും ടൊമാറ്റോയും ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിയും സവാളയും അടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നില്ല കേട്ടോ. അല്ലാതെ കുറച്ച് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ബേ ലീവ്സ്, 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക ഒന്ന് ചതച്ചത്, പിന്നെ ഒരു തക്കോലം, പിന്നെ ഒരു കരയാമ്പൂ, പിന്നെ കുറച്ച് പട്ട, കുറച്ച് ജാതിപത്രിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ശകലം ജാതിപത്രി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ടേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരണം, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും, അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫാക്കിയത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 4 പ്രാവശ്യമായിട്ട് ഇടുന്നത് കേട്ടോ. 2 ടീസ്പൂണേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മസാലപ്പൊടികൾ മൊത്തവും അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാല നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ടൊമാറ്റോയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉള്ളി വഴന്നതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുത്താൽ ആ കറിക്ക് നല്ല കൊഴുപ്പും നല്ല സ്വാദുമാണ് കേട്ടോ.
അപ്പോൾ അടിച്ചു വെച്ച ഉള്ളിയും ടൊമാറ്റോയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയുമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ആ ഉള്ളിയും ടൊമാറ്റോയും മസാലയും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തക്കത വിരിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഇത്തുകൂടി നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജാറ് ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് 2 മിനിറ്റ് നേരം ഇടവിട്ട് ഒന്ന് അടച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം. അതുവരെ ചെറിയ തീയിൽ ഇട്ട് തന്നെ നമുക്ക് കൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവിയിൽ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഒന്ന് കുറുവിയും കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് കുറുവി കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതാ 2 മിനിറ്റ് ഇടവിട്ട് ഞാൻ ഇതാ അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുവിയും കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വറ്റിക്കിട്ടി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലെല്ലാം കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് സ്ലൈസായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എഗ്ഗ് കട്ടറിൽ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ 5 മുട്ടയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട മൊത്തം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ പീസും ഈ ഗ്രേവിയിലേക്ക് വെച്ച് ഒന്ന് നിരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത മുട്ട ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുട്ട ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത മുട്ട ഞാൻ മൊത്തം എന്താ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഈ മുട്ടയുമായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മുട്ടയും മസാലയും നന്നായിട്ട് യോജിച്ച് വരണം. അതുവരെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുട്ട നന്നായിട്ട് ഗ്രേവിയുമായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്ര മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏതുതരം പലഹാരത്തിൻ്റെയും ബെസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ എഗ് റോസ്റ്റ് എൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന്.
നല്ല മണവുമാണ് കേട്ടോ. നമ്മൾ സ്പൈസസ് ഒക്കെ എല്ലാം ഇട്ടിരിക്കുന്നത് കൊണ്ട് ഈ മുട്ട റോസ്റ്റിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കോരി കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഇതിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മിക്സിയിൽ അടിച്ച് ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. കണ്ടില്ലേ നമ്മുടെ മുട്ട റോസ്റ്റ് എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുന്നുവെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഏതുതരം പലഹാരത്തിൻ്റെയും ബെസ്റ്റാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു എഗ് റോസ്റ്റ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്